ആ, വിശേഷങ്ങൾ പറ. നിങ്ങളുടെ അസോസിയേഷൻ പരിപാടിയൊക്കെ എങ്ങനെ കഴിഞ്ഞു? ഏതെങ്കിലും സിനിമാ താരത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായോ? ഓ, ആരെയും കിട്ടിയില്ല. ഞാൻ ആ വഴിക്ക് പോയൊന്നുമില്ല. കേട്ടത് പഴയ പരിപാടി തന്നെ ആയിരുന്നു എന്നാ. കുഞ്ഞുമോന്റെ മിമിക്രി, മിസ്റ്റർ വിശ്വം, താൻ പറയുന്നത് കേക്ക്. താൻ അവിടെ പോവണം, അവരുമായിട്ട് സംസാരിക്കണം. നിസാര പ്രശ്നമല്ലേടോ. എടോ പിന്നെ എന്തുവാ കറിയാച്ചന്റെ ഗാനമേള. പുള്ളിക്കാരൻ അങ്ങേരെ ദേശീയ ഗാനം അങ്ങ് ആലപിച്ചു. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രജബാലക ദേവനാദം കേട്ടു ആമോദര. പിന്നെ ഏബ്രഹാം എഴുതി സംവിധാനം ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു. അത് കോമഡിയായി എന്നാ കേട്ടത്. ഫിലിപ്പോസ് മുതലാളി, നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും നാളെ ഈ പുറം ലോകം അറിയും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാം. സമ്മതിച്ചിരിക്കുന്നു. മോളെ മോളെ ഷൈനി, എന്താ അപ്പച്ചാ? നിന്റെ വിവാഹം ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്കത് സഹിക്കാനാകുമോ അപ്പച്ചാ? കഴിയണം മോളെ, കഴിയണം. വരൻ ആരാണെന്ന് അറിയണ്ടേ? ഈ നിൽക്കുന്ന റോണിയാണ് വരൻ. ഓ അപ്പച്ചാ. ഷൈനി, ഓ മൈ റോണി. അങ്ങനെ നിന്റെ അപ്പച്ചൻ എന്റെ മുന്നിൽ മുട്ടുകുത്തി. സാറേ, ഞാൻ ഈ ഏബ്രാമിനോട് ഒരിക്കൽ ചോദിച്ചു, എടാ എബ്രാഹിമേ, ഞാനും നീയൊക്കെ ആദ്യം ജർമ്മനി കണ്ടത് ഓർമ്മയുണ്ടോ? അവൻ നിന്ന് മിഴിക്കുക. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോമസ് സാറ് ക്ലാസ്സിൽ ഗ്ലോബ് കൊണ്ടുവന്നും വെച്ച് കറക്കി കാണിച്ചപ്പോഴില്ലയോ അതെന്ന്. ആ തോമസ് സാറിനെ വിളിക്കടാ നമ്മുടെ പരിപാടിയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടെന്ന്. അതൊരു കടം വീട്ടിലല്ലയോ, ഒരു നന്ദി പറച്ചിലല്ലയോ എന്ന് ആരോട് പറയാം? അത് പറയാൻ പോയ നീ അല്ലയോടാ മാത്തുക്കുട്ടി വിഡ്ഢി. പഴയ ശിഷ്യന്മാരെ കണ്ട ആവേശത്തിലും സന്തോഷത്തിലും ഞാനൊരു പ്രസംഗം അങ്ങ് തുടങ്ങും. കൂവാനും വയ്യ, കൂവാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലാവന്മാരും. പഴയ ഗുരുനാഥൻ ചില്ലിട്ട ഒരു ഫോട്ടോയാ. ഇങ്ങനെ ചുവരി തൂക്കിയിടാനേ കൊള്ളത്തുള്ളൂ. ജാൻസമ്മ എന്നാ പറയുന്നു? ഓ, അവൾ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവളാ സാറേ. അതേ നിൽപ്പാ, ഒരു മാറ്റത്തിനും അവള് തയ്യാറല്ല. എന്നതാ മാത്തുക്കുട്ടി, എന്റെ വായിരിക്കുന്ന കേക്കണ്ടെങ്കിൽ പൊക്കോ. നിന്റെ ജോലിക്കാരി എന്തായി? എവിടെയെങ്കിലും കേറിയോ? ശ്രമിക്കുന്നുണ്ട് സാറേ. എന്തിന്? ജോലി കിട്ടാതിരിക്കാനോ? അല്ല സാറേ, പല വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ പഴയ പോലൊന്നും അല്ല, ഇച്ചിരി ടഫാ. പിന്നെ ഏജും. എത്രയും വേഗം ജോലി ചെയ്ത് സമ്പാദിക്കാൻ തുടങ്ങാം. എങ്കിൽ തന്നെ കാര്യങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. നാടിനോടുള്ള പ്രേമമൊക്കെ കഴിഞ്ഞ വരവ് കൊണ്ട് ഏതാണ്ട് കുറഞ്ഞുല്ലേ? അവിടെ കാര്യങ്ങൾ ഇച്ചിരി പാടാ. എടാ, ചില ജീവിതങ്ങളുണ്ട്, ചില ചുറ്റുപാടുകളും. ഒരു രാത്രി വെളുക്കുന്നതോടെ അതൊന്നും മാറത്തില്ല. പിന്നെ ചെയ്യാനുള്ള ഏക കാര്യം അതിനോട് പൊരുത്തപ്പെട്ട് ഒഴുകുന്ന ഒഴുക്കിൽ അങ്ങോട്ട് കൂടെ പോവുക എന്നുള്ളതാ. നിന്റെ ജീവിതം എപ്പോഴും നിന്റെ മാത്രം കാര്യമല്ല. ഉറക്കമുണരുമ്പോൾ മാത്തുക്കുട്ടിയോട് പറയാൻ ജാൻസമ്മയുടെ കയ്യിൽ 2 വാർത്തകളുണ്ട്. ഒന്ന്, മാത്തുക്കുട്ടിക്ക് ഒരു ജോലി തരപ്പെട്ടു എന്നതാണ്. മറ്റേത്, തോമസ് സാർ മരിച്ചു എന്ന വിവരവുമായി നാട്ടിൽ നിന്നും വന്ന ഫോൺ കോളിനെ കുറിച്ചാണ്. അത് അയാളെ കരയിപ്പിക്കും. എങ്കിലും സ്വപ്നത്തിൽ തോമസ് സാർ പറഞ്ഞ വാക്കുകൾ അയാൾ ഈ ജന്മം മുഴുവൻ ഓർക്കുകയും ഓർത്ത് പറയുകയും ചെയ്യും. ചില ജീവിതങ്ങളുണ്ട്, ചില ചുറ്റുപാടുകളും. അതൊന്നും ഒരു രാത്രി വെളുക്കുന്നതോടെ മാറുകയില്ല.